കാസർഗോഡ് ഭൂമി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 45-കാരനു ക്രൂരമർദ്ദനം. കോലാച്ചിയടുക്കം സ്വദേശി അബ്ദുൾ ഹാരിസിനെയാണ് ഒരു സംഘം ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. പിതാവിന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് സഹോദരങ്ങളായ 3-അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. 4 ദിവസം മുൻപ് ഈ വിഷയത്തിൽ അബ്ദുൽ ഹാരിസും അക്രമി സംഘാംഗവും തമ്മിൽ വാക്തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 3-അംഗ സംഘം കോലാച്ചിയടുക്കത്ത് വെച്ച് ഇരുമ്പ് വടികൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തന്നെ ആക്രമിച്ചതെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഹാരിസ് ഇപ്പോൾ ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ മർദ്ദനത്തിൽ തലയ്ക്കും ദേഹമാസകലവും പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകരുകയും ചെയ്തിട്ടുണ്ട്. 3-അംഗ സംഘം അബ്ദുൽ ഹാരിസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അക്രമി സംഘത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് അബ്ദുൽ ഹാരിസ് പറഞ്ഞു. സംഭവം ചെറിയൊരു റോഡിൽ അവന് വണ്ടി പാർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇതായിരുന്നു വേറെ. പിന്നെ ആ വാക്ക് തർക്കം കൊണ്ട് അവന് വല്ലാതെ ദേഷ്യപ്പെട്ട് കുറെ തെറിയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഉപ്പാനെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നു. സ്വത്ത് കയ്യാറാൻ ശ്രമിക്കുന്നു. നാട്ടിലൊരു ഒരു ക്രിമിനലാണ്. അവനും അവൻ്റെ 2 അനിയന്മാരും ക്രിമിനലാണ്. പിന്നെ എപ്പോഴും വീടിൻ്റെ അടുത്ത് വന്നിട്ട് ആ ശീലം പറയും വൈഫോടും മക്കളോടൊക്കെ കുട്ടികളോടൊക്കെ. എൻ്റെ റോഡ് സൈഡ് തന്നെ എൻ്റെ വീട്. പിന്നെ കുട്ടികളെ മദ്രസയിൽ പോകുമ്പോൾ വണ്ടി ഇടിക്കാൻ നോക്കും. പിന്നെ പൊതുവെ അവന് ഒരു പോലീസുകാരൊക്കെ അവൻ്റെ കയ്യിലാണെന്നുള്ള ഒരു ധാരണയും എല്ലാവരോടും ഭീഷണിപ്പെടുത്തും. അവന് കേസ് ഒരു പുത്തിരിയല്ല. അവൻ്റെ അനിയന്മാർക്കൊക്കെ ഒരുപാട് കേസുണ്ട്. ശരിക്കും അടിച്ച് അവർ 3 പേര്. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ അവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു 6:40 ടൈമിൽ വൈകുന്നേരം. അടിച്ചെന്ന് വെച്ചാൽ ഇരുമ്പ് വടി കൊണ്ട് തലയിലേക്ക് എന്നെ കൊല്ലുമെന്ന് വെച്ച് തലയിലേക്ക് മൂക്കിലേക്കൊക്കെ അടിച്ച് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടിച്ച്, പിന്നെ ഈ കൈ ഇവിടെ ഇത് പൊട്ടിച്ച്, കാല് കാര്യങ്ങളൊക്കെ അടിച്ച് 3 പേര് കൂടി അടിച്ച്. അബ്ദുൽ അസീസും പിന്നെ അബ്സീർ, ആഷിഖ് എന്ന് പറഞ്ഞിട്ട് പൊതുവെ അവർ ഒരു ഗുണ്ട സ്റ്റൈൽ തന്നെ. പിന്നെ രാഷ്ട്രീയം യൂസ് ചെയ്യുന്നുണ്ട് അവർ. സ്വാധീനം ചെലുത്തിയിട്ടാണ്. പ്രത്യേകിച്ചിട്ട് അവർക്ക് നമ്മളെ ഈ സ്വത്ത് കൈയാറാനൊക്കെ ശ്രമിക്കുന്നുള്ളത് വലിയ ഓഫീസ് നമ്മളെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവന് കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കൂട്ടു നിന്നിട്ടാണ് അവൻ്റെ എല്ലാ തമ്മാടിത്തരങ്ങളും അവന് ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സംരക്ഷണമാണ് എനിക്ക് എത്ര പറയാനുള്ളത്. സംരക്ഷണമാണ്. കാരണം ഏത് ഭാഗത്തായാലും പ്രശ്നം എനിക്ക് സംരക്ഷണമാണ്. വീട്ടിൽ എൻ്റെ ഭാര്യ, മക്കൾ, ഉപ്പ ഉമ്മ എന്ന് വെച്ചാൽ സുഖമില്ലാതെ സ്ട്രോക്ക് പേഷ്യൻ്റ് കാര്യങ്ങളാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിപ്പോൾ വകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ശല്യം കൊണ്ട് പണിക്ക് പോകാനോ കാര്യങ്ങളോ പറ്റുന്നില്ല. ഇവനെപ്പം ഭീഷണിയാണ്. കൊട്ടേഷനും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു ടീംസാണ് ഈ അസീസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരുടെ മുമ്പിലും എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും സാക്ഷി പറയാനോ ഒന്നും നിൽക്കൂല. എല്ലാവർക്കും അവനെ പേടിയാണ്. ആരും ഒന്നും മിണ്ടൂല. അപ്പോൾ അവൻ ചോദിച്ചത് പൈസയോ കാര്യങ്ങളോ കൊടുത്തില്ലെങ്കിൽ അവൻ്റെ വഴിക്ക് അവൻ അടിയും പിടിയും കാര്യങ്ങളുണ്ട്. അനിയന്മാരെ വെച്ചിട്ട് പിന്നെ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. സംസാരിക്കാനും പോലും പറ്റുന്നില്ല. അത്രക്കും പിന്നെ തലയുടെ പ്രശ്നങ്ങളുണ്ട്. മൂക്ക് കാര്യങ്ങൾ, തല കറങ്ങി. തന്നെ ആക്രമിച്ചവർ ഇപ്പോഴും നാട്ടിൽ വിലസുകയാണെന്നും നാടിന്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഈ സംഘത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അബ്ദുൽ ഹാരിസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.